ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, കുറച്ച് ദിവസമായിട്ട് ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ആവാൻ കുറച്ചധികം സമയം എടുക്കണം. സാധാരണ ഇതൊരു അരമണിക്കൂർ കൊണ്ടൊക്കെ ആവുന്ന പണിയാണ്. പക്ഷേ ഇപ്പോൾ ഇത് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കിലുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇപ്പം നമുക്ക് വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ. ഈ ഒരു പൂവിനെ പറ്റി ഞാൻ ആദ്യമേ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് പാതിരാപ്പൂവാണ് കേട്ടോ, ഇത് അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതാണ്. പലർക്കും അറിയുന്നുണ്ടാകും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇപ്രാവശ്യത്തെ നമ്മൾ ആ തിരുവാതിരയുടെ വ്ളോഗിൽ ഞാനിത് കാണിക്കാതിരുന്നപ്പം പലരും വിചാരിച്ചിട്ടുണ്ടാവും അതും കൂടെ കൂടിയിട്ടാണ് നമ്മൾ മുടിയിൽ വയ്ക്കുക, പാതിരാപ്പൂവും ദശപുഷ്പമൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്താ വെച്ചാൽ അത് കിട്ടാനേ ഇല്ലായിരുന്നു. നമ്മളുടെ വീട്ടിൽ തന്നെ ഇത് ഒരുപാടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരൊറ്റ മുരട് എന്ന് പറയില്ലേ, ഈ ഒരൊറ്റ ചെടി ഇത്ര മാത്രമേ നമ്മളുടെ വീട്ടിലും ഉപ്പുള്ളൂ. ബാക്കി അങ്ങനെ ഒരുപാട് നിൽക്കുന്നത് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് എന്താണത് സാധനം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിനെ പാതിരാപ്പൂ എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് നമ്മൾ ചൂടുക തിരുവാതിരയ്ക്ക് മുടിയിൽ. ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിലും അതെ, ഒരുപാട് ലേറ്റായി എന്നറിയാം. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ ഏതായാലും എടുത്ത് വെച്ച സാധനമായതുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. നമ്മൾ കൂവപ്പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. തിരുവാതിരയുടെ അന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേര് പറയാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ അന്ന് കൂവ വിരകിയത് എന്നാണ് ശരിക്കും ഇതിനെ പറയുക. പക്ഷേ അതിന് കൂവാന്ന് പേര് പറയാൻ പാടില്ല, അതുകൊണ്ട് വെറുതെ വിരകിയത് എന്ന് പറയും. തിരുവാതിര വിരകിയത് അങ്ങനെയൊക്കെ പറയും പല സ്ഥലത്തും പല ഇതൊക്കെ ആയിട്ട്. എന്തുകൊണ്ടാണ് അന്നത്തെ ദിവസം അത് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരോ റൂട്ട് അതിൻ്റെ പൊടിയാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുക. അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാണ്. നല്ല തണുപ്പാണെന്നാണ് പറയുക ഇത്. അപ്പോൾ അതിൽ നമ്മൾ നാളികേരം അങ്ങനെ ചിരകിയിടുകയാണ് ചെയ്യുക. ചിലയിടത്തൊക്കെ നാളികേരം പീസാക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ നോമ്പ് തുടങ്ങുന്നത് ഇളനീരും പഴവും കഴിച്ചിട്ടല്ലേ. അപ്പോൾ അതിനുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, തിരുവാതിരയായിട്ടാണോ എല്ലാവരും വന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, തിരുവാതിരയ്ക്ക് അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. തിരുവാതിര നമ്മളിവിടെ സാധാരണ നമ്മൾ മാത്രം അങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും കൂടി വന്നിട്ടുള്ളത്. നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം പോവാം എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. കാരണം എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ കാണാമെന്ന് പറയണത് അങ്ങനെ അധികം ഉണ്ടാവാറില്ലല്ലോ. ഓരോരുത്തരും ഓരോ തിരക്കുകളായിട്ടല്ലേ. പ്രത്യേകിച്ച് സൈത്തായിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് അങ്ങനെ എല്ലാവരെയും കാണാനൊന്നും സമയം ഉണ്ടാവില്ല. ശരിക്കും ഒരാഴ്ച അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യമാണെങ്കിൽ വെറും 3 ദിവസത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ വരുമ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കുള്ളതല്ലേ, അപ്പം ഫോട്ടോയും വീഡിയോസൊക്കെ നിറയെ എടുത്തു. നീ ഇങ്ങനെ കാണാനില്ല.
എല്ലായിടത്തും കൂടി പോണ വണ്ടി. അങ്ങനത്തെ വണ്ടി 5 മിനിറ്റിനൊക്കെ പുറപ്പെടുന്നതാണ്. വേഗം പോരും, വേഗം തിരിച്ചും പോരും. അല്ല, ഈ ചുരിദാർ ഓർമ്മ ഉണ്ടോ പപ്പ? ഈ ചുരിദാർ ഓർമ്മ ഉണ്ടോ? അമ്മമ്മ എവിടെ? മുത്തശ്ശിനെ കൂടെ കാണട്ടെ. നീ ഇവിടെ? അങ്ങനെ ദേ ഓരോരോ ഫാമിലി ആയിട്ട് ഓരോരോ കാറിലായിട്ട് കയറിയത് ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ, എവിടെ പരിപാടി നടക്കുന്ന അടുത്തേക്ക്. അപ്പോൾ അമ്മമ്മ വരണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്രാവശ്യം തിരുവാതിരയുടെ ആ ഒരു വ്ളോഗിൽ അമ്മമ്മേനെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ സാധാരണ അമ്മമ്മ സംസാരിക്കാറൊക്കെ ഉണ്ടല്ലോ തിരുവാതിരയുടെ ഓർമ്മകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്രാവശ്യം തിരുവാതിരയുടെ അമ്മമ്മയ്ക്ക് നല്ല ജലദോഷമായിരുന്നു, തീരെ വയ്യാത്ത രീതിയിലായിരുന്നു സംസാരിക്കാനൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അങ്ങനെ ഒന്നും ചെയ്യാത്ത ഇപ്രാവശ്യം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരണില്ല, നിങ്ങൾ പോയിട്ട് വാന്നും പറഞ്ഞു അമ്മമ്മ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോണത് എവിടേക്കാണെന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ അതെന്താണെന്ന് വെച്ചെങ്കിൽ പഴയ കാലത്ത് പണ്ട് നമ്മളുടെ കാരണവന്മാരായിട്ട് ഉപാസിച്ച് വരുന്ന പരദേവതകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ 8 തറവാടുകളാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാണ് നമ്മളുടെ വീട്. അപ്പോൾ അതിൽ ഈ 8 തറവാടുകളിലുള്ള മച്ചിൽ അങ്ങനെ ഭഗവതി അങ്ങനെ ഇതുണ്ടാവും, പൂജയൊക്കെ ചെയ്യുന്നത്. അപ്പം അവിടെ എന്ത് ആഘോഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഈ 8 വീടുകളിലേക്കും ക്ഷണിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കണ്ണച്ചന് ഗുരുതി ഉണ്ട് അപ്പോൾ ഒരു തറവാട്ടിൽ. അപ്പോൾ അവിടേക്ക് നമ്മളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെല്ലണമെന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ട് അങ്ങോട്ട് പോയതാണ്. കണ്ണച്ചൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. കണ്ണച്ചൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ പരദേവത, അതായത് കൃഷ്ണൻ്റെ ഒരു രൂപം എന്നാണ് നമ്മൾ സങ്കല്പിച്ച് പോരുന്നത്. പണ്ടുള്ള ആളുകൾക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാം. പക്ഷെ നമ്മൾ ഇപ്പോഴുള്ള ആളുകൾക്കൊന്നും ഈ ചടങ്ങുകളൊക്കെ എങ്ങനെയാണെന്നോ അതെന്താണെന്നൊന്നും അധികം കാണാനുള്ള ഒരു അവസരങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോസൊക്കെ എടുക്കണമെന്നും അതുപോലെ നമുക്കിത് പിന്നീട് കാണുന്നതിന് നല്ലതാണല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ഈ ഒരു ദിവസം തന്നെയാണ് സജിത്തേട്ടൻ തിരിച്ച് കുവൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ വീഡിയോസ് അവിടെ ഇരുന്നിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ കുറച്ച് സമയം അവിടെ പോയിരുന്നു, കുറച്ച് നേരമൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് പോരുകയാണ് കേട്ടോ. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അത് കഴിഞ്ഞ് സജിത്തേട്ടൻ നേരെ ഇറങ്ങായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും അവിടെ തന്നെ ഇരിക്കുകയാണ്, നമ്മൾ മാത്രം തിരിച്ചു പോരുകയാണ്. ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ പോവുകയായി. അതുകൊണ്ടേ ഓ അതന്നെ നിൽക്കാൻ നിവർത്തിയില്ല, നിന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ അത്ര നേരമാണ് നിന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം, എന്തൊക്കെയാണ് പിന്നെ അവിടെ ഉണ്ടായി എന്നുള്ളത്. എന്തായാലും നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. തറവാട്ടിലെ ആണുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇത്. അരിയും പൂവും എടുക്കുക എന്ന് പറയുമ്പോൾ, അതായത് കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ മുതിർന്നവർ വരെ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ചെയ്യുന്നൊരു ചടങ്ങാണ് ഇത്.
ചോദിക്കുകയാണ് കൊടുക്കില്ല. ആള് ചോദിക്കുക, വാള് ചോദിക്കുക. നമ്മളാണെങ്കിൽ വേഗം പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തി സൈത്തേട്ടൻ റെഡിയായി തിരിച്ച് കുവൈറ്റിലേക്ക് പോവുകയായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഓൾറെഡി എടുത്തു വെച്ചൊരു വ്ളോഗ് ആയതുകൊണ്ട് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.